മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിലുള്ള 1000 സഖാക്കൾ മൈലൈഫ് സ്റ്റൈലിൽ മാത്രമായി കോഴിക്കോട് ജില്ലയിൽ രംഗത്തുണ്ട്. തീർത്തും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. സന്തോഷമുള്ള കാര്യം, നമ്മുടെ നാട്ടിലെ സംസ്ഥാനത്തെ തൊഴിൽകാര്യ മന്ത്രിയാണ് ഈ മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നതെന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് തുടർന്നു പോകുന്ന നയങ്ങൾക്ക് ബദലായി ഒരു ജനപക്ഷ ബദൽ ഉണ്ട് എന്ന് തെളിയിക്കുകയും ആ സിദ്ധാന്തത്തിൽ മാത്രമല്ല പ്രാവർത്തികമാക്കാൻ കൂടി കഴിയും എന്ന് തെളിയിച്ച ഒരു മന്ത്രിസഭയിലെ തൊഴിൽകാര്യ മന്ത്രിയാണ് നമ്മളുടെ മെമ്പർഷിപ്പ് ഏറ്റെടുക്കുന്നത്. ഈ തൊഴിൽകാര്യ മന്ത്രി സമീപകാലത്ത് ചെയ്തൊരു കാര്യം കോഴിക്കോട്ടുകാരായ നിങ്ങളുടെ ശ്രദ്ധയിൽ ഊന്നി കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് വർഷങ്ങളായി കോഴിക്കോട് മിഠായി തെരുവിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ നിന്ന് വേണം പണിയെടുക്കാൻ, സെയിൽസ് ഗേൾസ്, അവരെ ഇരുത്തിക്കാനുള്ള ഒരു ഏർപ്പാട് എന്നത് വളരെ മനുഷ്യസ്നേഹപരമായ അത് ഏറ്റെടുക്കാൻ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിലെ കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി സദാ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ, അന്യ എന്ന വാക്ക് മാറ്റണമെന്നാണ് മന്ത്രി എന്നെ പറഞ്ഞിട്ടുള്ളത്, അതിഥി തൊഴിലാളികൾ. ഈ അതിഥി തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികൾ ഇതൊക്കെ വിഭാവനം ചെയ്യുന്നതിൽ നേതൃത്വം വഹിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തക നേതാവ് കൂടിയായ ഒരു സഖാവിനെയാണ് നമുക്ക് ഈ മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നതിന് കിട്ടിയത് എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ചൊന്നും പറയുന്നില്ല. മന്ത്രിക്ക് മറ്റൊരു 2 പരിപാടികൾ തിരക്കിട്ട് പരിപാടിയിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് സ്നേഹപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ടി പി രാമകൃഷ്ണൻ ബഹുമാനപ്പെട്ട മന്ത്രി ക്ഷണിച്ചുകൊണ്ട് ഞാൻ സഹോദരി സഹോദരന്മാർ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ ഈ മേഖലയിലെ വിവിധ കമ്പനികളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് അംഗങ്ങളായി ചേർന്നിട്ടുള്ളതും അവരുടെ സംഘടനയാണ് CITUവിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ മൈ ലൈഫ് സ്റ്റൈൽ കമ്പനിയിലെ 1000 തൊഴിലാളികൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയനിൽ അംഗത്വം സ്വീകരിക്കുന്ന അഭിമാനകരമായ ഒരു ചടങ്ങാണ്. ഈ സംഘടനയെ സംബന്ധിച്ച് ഏറെ അഭിമാനവും പ്രചോദനവും ഉണ്ടാക്കുന്ന ഒരു ചടങ്ങാണ്. തൊഴിലാളി വർഗത്തിൻ്റെ മുന്നണി പോരാളിയായ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ്റെ ഭാഗമായി മാറുന്ന നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം അഭിവാദ്യം ചെയ്യും. തൊഴിലും തൊഴിലെടുക്കുന്നവരുടെ അവകാശങ്ങളും തൊഴിൽ സുരക്ഷയും കവർന്നെടുക്കുന്ന സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങളും ജനാധിപത്യവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിന് ബഹുജന ഐക്യനിര പടുത്തുയർത്തി രാജ്യത്താകെ ശക്തമായ പ്രക്ഷോഭങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾക്കൊപ്പം രാജ്യം അഭിമുഖീകരിക്കുന്ന നിർണായകമായ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള ബഹുജന മുന്നേറ്റങ്ങളിലും നിങ്ങൾ പങ്കാളികളാകണം. ഇടനിലക്കാരില്ലാതെ ഉൽപാദകരിൽ നിന്ന് ഉപഭോക്താവിലേക്ക് നേരിട്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നവരാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്തെ തൊഴിലാളികൾ. ഇന്ന് 30ഓളം കമ്പനികളിലായി 9 ലക്ഷം പേർ കേരളത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ പകുതിയോളവും വനിതകളാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയായി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മാറിക്കഴിഞ്ഞു എന്നാണ് ഇത് കാണിക്കുന്നത്. മൾട്ടി ലെവൽ
മാർക്കറ്റിംഗിന്റെ സാധ്യത മുതലെടുത്ത് ഒട്ടേറെ വ്യാജ കമ്പനികൾ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നു. ഉപജീവനമാർഗം തേടി ഈ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നവരാണ് ഇതുമൂലം കെണിയിലായി. കമ്പനികളെ കുറിച്ച് പരിശോധിക്കാനും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ഇവിടെ ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനെതിരെ മുൻ സർക്കാർ സ്വീകരിച്ച നടപടി യഥാർത്ഥ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നവരുടെ ഉപജീവനമാർഗവും ഇല്ലാതാക്കുകയാണ് ഉണ്ടായത്. ഈ നടപടിക്കെതിരെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ CITU നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരമേറ്റ ശേഷം ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുകയും ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവനമാർഗം അടഞ്ഞു പോകാതിരിക്കാൻ നടപടിയെടുക്കുകയും ചെയ്തു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയ്ക്കായി മോണിറ്ററിംഗ് അതോറിറ്റി രൂപീകരിച്ചത് ഇതിന്റെ ഭാഗമാണ്. ഭക്ഷ്യം, ധനം, വ്യവസായം, ആഭ്യന്തരം, നിയമം എന്നീ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങിയതാണ് മോണിറ്ററിംഗ് കമ്മിറ്റി. ഈ സമിതി പരിശോധിച്ച് അംഗീകാരം നൽകുന്ന കമ്പനികൾക്ക് മാത്രമേ കേരളത്തിൽ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനാവൂ. അംഗീകാരമുള്ള കമ്പനികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. രാജ്യത്ത് കേരളം മാത്രമാണ് ഇത്തരമൊരു സംവിധാനത്തിന് രൂപം നൽകിയത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്തെ കള്ളനാണയങ്ങളെ തടയുന്നതിനായി ഇത്തരമൊരു സംവിധാനത്തിന് കേന്ദ്ര സർക്കാർ രൂപം നൽകണം. ഇതിനാവശ്യമായ നിയമ നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് മുൻകൈയെടുക്കണം. കേന്ദ്ര ഗവൺമെന്റിൽ ഈ ഒരു പ്രശ്നം ശക്തമായി ഉന്നയിക്കാൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അവരെ തൊഴിലാളികളായി അംഗീകരിച്ച് ഈ തൊഴിലിന് സാമൂഹ്യമായ അംഗീകാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള നടപടി കൂടി കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചു വരികയാണ്. വികസനത്തിന്റെയും തൊഴിലാളിക്ഷേമത്തിന്റെയും മാതൃക സൃഷ്ടിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ മുന്നോട്ട് പോവുകയാണ്. LDF സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള വ്യാമോഹവുമായി രംഗത്തിറങ്ങിയവരെ ചെറുത്തു തോൽപ്പിക്കാൻ തൊഴിലാളി വർഗം ഒന്നിച്ച് അണിനിരക്കേണ്ടുന്ന സന്ദർഭം കൂടിയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും മിനിമം വേതനവും തൊഴിലാളികളുടെ മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തിയുമാണ് LDF സർക്കാർ സമഗ്ര വികസനത്തിന്റെ പാതയിലൂടെ കേരളത്തെ നയിക്കുന്നത്. എല്ലാ തൊഴിലാളികൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്താനും LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. പുതിയ കേരളം കെട്ടിപ്പടുക്കാനായി ആവിഷ്കരിച്ച നവകേരള മിഷൻ വികസന മുന്നേറ്റത്തിന്റെയും ജനക്ഷേമത്തിന്റെയും ചരിത്രം രചിച്ചു. ഇതിനിടയിലുണ്ടായ പ്രളയം വൻ തകർച്ചയ്ക്ക് കാരണമായെങ്കിലും ലോകം ഉറ്റുനോക്കുന്ന ജനകീയ കൂട്ടായ്മയിലൂടെ കേരളത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് LDF സർക്കാർ നേതൃത്വം നൽകുകയാണ്. ഈ ദൗത്യങ്ങളിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും പങ്കാളികളാകണം. നിങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ വിജയവും ആശംസിക്കുകയാണ്. മൈ ലൈഫ് സ്റ്റൈൽ തൊഴിലാളികൾക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ അവർക്ക് സംരക്ഷണ കവചമായി പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ 8-9 തീയതികളിൽ രാജ്യം വലിയ ഒരു പോരാട്ടത്തിന്റെ സാക്ഷ്യം വഹിച്ചു. 48 മണിക്കൂർ നീണ്ടുനിന്ന പണിമുടക്ക് സമരത്തിൽ കോടിക്കണക്കിന് തൊഴിലാളികളാണ് പങ്കെടുത്തത്. ആ സമരത്തിന്റെ മുദ്രാവാക്യം കേന്ദ്ര നയങ്ങൾ തിരുത്തുന്നതിന് വേണ്ടിയാണ്. കേന്ദ്ര ഗവൺമെന്റ് തൊഴിലാളികൾക്കെതിരായ നിയമ ഭേദഗതികൾ നടപ്പിലാക്കുകയാണ്. പുതിയ നിയമങ്ങളെല്ലാം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാണ്. തൊഴിലാളികൾക്ക് അനുകൂലമായ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി തൊഴിൽ സ്ഥിരത പൂർണ്ണമായും
അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളാണ് കേന്ദ്ര ഭരണകൂടം സ്വീകരിച്ചു വരുന്നത്. ഈ അനുഭവം നിലനിൽക്കുമ്പോഴാണ് കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ തൊഴിലാളികൾക്ക് അനുകൂലമായാണ് നിയമ ഭേദഗതികൾ കൊണ്ടുവരുന്നത്. പുതിയ നിയമങ്ങൾ സൃഷ്ടിക്കുകയാണ് തൊഴിലാളികൾക്ക് അനുകൂലമായി. കേരളത്തിലെ എല്ലാ മേഖലകളിലെ തൊഴിലാളികൾക്കും ഇന്ന് ക്ഷേമ പദ്ധതിയുടെ രക്ഷാകവചമുണ്ട്. മിനിമം വേതനം 80 മേഖലകളിൽ മിനിമം വേതനം ബാധകമാണ്. മിനിമം വേതനം കാലാവധി പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ മേഖലകളിലും മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുകയാണ്. എല്ലാ നിലയിലും തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുക്കാവുന്ന അന്തരീക്ഷവും ഒരു തൊഴിലുടമ സൗഹൃദം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളും സ്വീകരിക്കാം. തൊഴിൽ മേഖലയിലെ അനാശാസ്യ പ്രവണതകൾ, അനാരോഗ്യകരമായ പ്രവണതകൾ, തൊഴിലാളികൾക്ക് ഒട്ടും യോജിക്കാത്ത പ്രവണതകൾ, അത്തരം പ്രവണതകൾ അവസാനിപ്പിക്കുന്നതിന് ട്രേഡ് യൂണിയൻ സംഘടനകളുടെ സഹകരണത്തോടെ എല്ലാ വിഭാഗങ്ങൾക്കും മാതൃകയാകുന്ന സമീപനവും കേരളം സ്വീകരിക്കുന്നുണ്ട്. കേരളത്തിലെ തൊഴിലാളി കൂലി 600 രൂപയിലേക്ക് ഉയർത്താൻ സാധ്യമായ നടപടികളെല്ലാം സ്വീകരിക്കാം. 600 രൂപ എന്ന് പറയുമ്പോൾ പ്രായോഗികത കൂടി ഈ മേഖലയിൽ പരിഗണിക്കണം. ഇപ്പൊ തൊഴിലാളികളുടെ സംരക്ഷണത്തിന് സാധ്യമായ എല്ലാ നടപടികളും കേന്ദ്ര നയത്തിന്റെ പ്രതികൂലാവസ്ഥയിൽ സ്വീകരിച്ച് മുമ്പോട്ട് പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. തീർച്ചയായും മൾട്ടി ലെവൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് പരമാവധി പരിരക്ഷ ഏർപ്പെടുത്താനും സംരക്ഷണ നടപടികൾ സ്വീകരിക്കാനും സംസ്ഥാന ഗവൺമെന്റ് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയനിൽ അംഗത്വം നൽകുന്നതിന് പുതുതായി ഈ മേഖലയിലേക്ക് കടന്നു വന്ന കമ്പനിയിലെ തൊഴിലാളികൾക്ക് അംഗത്വം നൽകുന്നതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ ദിവസം